ഇപ്പം എന്താ പറയുന്നത്? സുമ്മൽ ഖിത്താബുൽ മദ്കൂറു ആണെന്നല്ലേ? സുമ്മൽ ഖിത്താബുൽ മദ്കൂറു, പിന്നെ ഈ പറയപ്പെട്ട ഖിത്താബ്. അപ്പോൾ ഹുക്കുമ എന്ന് വെച്ചാൽ, ഹുക്കുമ എന്ന് വെച്ചാൽ എന്താണ്? ഖിത്താബുല്ലാഹി, അള്ളാഹുവിൻ്റെ ഖിത്താബാണ് എന്ന് പറഞ്ഞല്ലോ. അൽ മുത്താലിഖ് ബി ഫിഅലിൽ മുക്കല്ലഫി, മുക്കല്ലഫിൻ്റെ പ്രവൃത്തിയോട് ബന്ധപ്പെട്ട ഖിത്താബാണ്. മിൻഹൈസു ഇന്നഹു മുക്കല്ലഫ്, മുക്കല്ലഫാണ് മുസ്ലിം. അപ്പോൾ ഈ മദ്കൂറി പറയപ്പെട്ട ഖിത്താബാവുന്ന യദുല്ലു അലൈഹിൽ കിതാബ് വസുന്നത്തു ഗൈറുഹുമ. ഈ കിതാബ് സുന്നത്തും അല്ലാത്ത വഴിയും എന്താണ് ഈ പറയപ്പെട്ട ഖിതാബിൻ്റെ മേൽ അറിയിക്കും. അള്ളാഹു താല നമ്മൾ നിൽക്കോളും നേരിട്ട് പറയുന്ന അള്ളാഹിൻ്റെ ഖിതാബ് എന്നല്ല പറഞ്ഞ്. അപ്പം നമുക്ക് അനുഭവമുള്ള ഈ കിതാബ് എങ്ങനെയാണ്? നമ്മുടെ അടുത്ത് വന്നിട്ട് എന്താണ് ചായ തരുമോ, അല്ലെങ്കിൽ നമുക്കൊരു പരിപാടിക്ക് പോവാം, അങ്ങനല്ലേ? അങ്ങനെയല്ലല്ലോ ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ഖിതാബ് അറിയിക്കപ്പെടുന്നത് എങ്ങനെയാണ്? യദുല്ലു അലൈഹി, അതിനെ അറിയിക്കും. അൽ കിതാബ് ഖുർആൻ, സുന്നത്തു ഗൈറുഹുമായ രണ്ടുമല്ലാത്ത അറിയിക്കും. ഖറജ ബി ഫിഅലിൽ മുക്കല്ലഫി, മുക്കല്ലഫിൻ്റെ പ്രവൃത്തിയോട് ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞല്ലോ. ആ താരീഫിൽ പറഞ്ഞതുകൊണ്ട് പുറത്തുപോയി. അപ്പോൾ താരീഫ് പറയുമ്പോൾ മുമ്പ് പറഞ്ഞല്ലോ, പുറത്തു പോയവർ കുറേ ഉണ്ടാവും, അകത്ത് വന്നിട്ടുണ്ടാവും. അതെല്ലാം അകത്തുമല്ലും, അതല്ലാത്ത എല്ലാം എന്ത് ചെയ്യും? പുറത്തു പോകും കേട്ടോ. മുക്കല്ലഫിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തുപോയി. കിതാബുല്ലാഹി, അള്ളാഹുവിൻ്റെ കിതാബ്, അൽ മുത്താലിഖു ബി ദാത്തിഹി, അള്ളാഹുവിൻ്റെ ദാത്തിനെ സംബന്ധിക്കുന്ന കിതാബ്. ഹുവല്ലാഹു അഹദ്, അല്ലേ? അള്ളാഹു താല ആരാണ്? ഏകനാണ്. ഫാത്തിറുസ്സമാവാതി വൽ അർദ്, അല്ലേ? ആകാശഭൂമികളെ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ്. അതൊക്കെ ആരെക്കുറിച്ചാണ്? അള്ളാഹിൻ്റെ ദാത്തിനെ കുറിച്ച് പറയും. മനസ്സിലായാലും ഈ ദാത്തി, ഈ അള്ളാഹിൻ്റെ ദാത്തിനെ കുറിച്ച് സിഫത്തുകളുണ്ട്, മനസ്സിലായാലും? ഇപ്പോൾ പറഞ്ഞ ആയത്തിൽ സിഫത്തിനെ കുറിച്ചും പറഞ്ഞത്. അപ്പോൾ ദവാത്തിൽ മുക്കല്ലഫീന, മുക്കല്ലഫീങ്ങളുടെ ദാത്തിനെ സംബന്ധിച്ച്, മുക്കല്ലഫീങ്ങളുടെ ദാത്തിനെ സംബന്ധിച്ച് പറയും. ആദ്യം അത് ബീജത്തുള്ളിയായിരുന്നു, പിന്നെ രക്തക്കട്ടയായി, പിന്നെ മാംസക്കട്ടയായി. ഖുർആനുണ്ടല്ലോ, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ആ പറയുന്നെന്താ? മനുഷ്യ ശരീരത്തിൻ്റെ ദാത്തിൻ്റെ നിർമ്മിതിയെക്കുറിച്ച് അല്ലാഹു തആല പറയാണ്. അപ്പം മുക്കല്ലഫിൻ്റെ പ്രവൃത്തിയുമായിട്ട് എന്താണത് ബന്ധപ്പെട്ടതല്ല, അവൻ്റെ തടിയുമായി ബന്ധപ്പെട്ടു ആണ്. വദവാത്തിൽ മുക്കല്ലഫീന, മുക്കല്ലഫീങ്ങളുടെ ദാത്തുമായി ബന്ധപ്പെട്ട കിതാബ് പുറത്തുപോയി. വൽ ജമാദാത്തി, ജമാദുകളെ സംബന്ധിച്ച് തുരിസീന പർവ്വതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ജമാദാണ്, മനസ്സിലായില്ലേ? അങ്ങനെയുള്ള പർവ്വതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കല്ലിനെ കുറിച്ചൊക്കെ പറയും. കല്ലിൽപ്പെട്ടതാണ് എന്താണ്? വെള്ളം ഒഴുകുന്ന കല്ല്, മനസ്സിലായില്ലേ? നെഹർ ഒഴുകുന്ന കല്ല്, നമ്മൾ കല്ലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ജമാദ്, അചേതന വസ്തുക്കൾ, ചലനരഹിതമായി കിടക്കുന്ന വസ്തുക്കൾ. അപ്പം പ്രത്യേകിച്ച് നമുക്ക് ജീവൻ കാണാത്ത വസ്തുക്കൾക്ക് എന്താ പറയുക? ജമാഅത്ത് പറയാം. അതിനെ സംബന്ധിച്ച് അല്ലാഹു തആല കിതാബിൽ എന്ത് ഖുർആനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. അതല്ല ഈ ഹുക്കുമല്ല, ഈ കിതാബല്ല, മനസ്സിലായില്ലേ? കമദുലൂലില്ലാഹി, കമദുലൂലി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ഖാലിഖു കുല്ലി ഷൈഇൻ. കണ്ടോ? ഏതർത്ഥം പോലെ? കമദുലൂലി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ഖാലിഖു കുല്ലി ഷൈഇൻ. അപ്പോൾ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ഖാലിഖു കുല്ലി ഷൈഇൻ എന്നുള്ള ആയത്തിൻ്റെ അർത്ഥം പോലെ, മനസ്സിലായില്ലേ? അള്ളാഹിൻ്റെ ഖിതാബ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ലഫ്ദിലേക്കല്ലോ, അതിൻ്റെ അർത്ഥത്തിലേക്കാണ് പറഞ്ഞു. ഖിതാബ് ആശയത്തിലാലോ, മാനയിലാണ്, മനസ്സിലായില്ലേ? ലഫ്ദ് അത് അറിയിക്കാനുള്ള പദം മാത്രമാണ്. അതൊക്കെ മദുലൂരി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ഖാലിഖു കുല്ലി ഷൈഇൻ എന്നുള്ളതിൻ്റെ മദുലൂര് പോലെ കേട്ടോ. അർത്ഥം എന്താ? അല്ലാഹു തആലയാവുന്ന ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ഒരു ഇലാഹുമില്ല, അല്ലാഹു തആല. പിന്നെയോ ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുവിനെയും സൃഷ്ടിച്ചവനാണ് അല്ലാഹു തആല. അപ്പോൾ അള്ളാഹുവിൻ്റെ ദാത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ഖാലിഖും സിഫത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലേ? അപ്പം അങ്ങനെയുള്ള വിഷയങ്ങൾ. പിന്നെ അടുത്തതുപോലെ ഖദ് ഖലഖനാകും, നിങ്ങളെ നാം പടച്ചു. അടുത്തായത് ഇപ്പം മനുഷ്യൻ്റെ മുക്കല്ലഫായ അടക്കമുള്ള എല്ലാ മനുഷ്യന്മാരുടെയും പടപ്പിനെ കുറിച്ച്, ആ ദാത്തുകളെ പടത്തിനെ കുറിച്ചാണ് അല്ലാഹു തആല പറയുന്നത്. വലഖദ് ഖലഖനാകും. പിന്നെ അടുത്തത് വയൗമ നുസയ്യിറുൽ ജിബാൽ, ജമാദുമായി ബന്ധപ്പെട്ട് പറയാണ്, മനസ്സിലായില്ലേ? പർവ്വതങ്ങളെ നാം എന്താണ് ഇങ്ങനെ പായിക്കുന്ന ദിവസം. പർവ്വതമൊക്കെ നമ്മൾ നോക്കുമ്പോൾ എന്താ ഇങ്ങനെ നിൽക്കുകയാണ്, ഇങ്ങനെ വിഭാകാരമായി ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോഴത്തെ നമ്മുടെ കാഴ്ചകളെല്ലാം ഈ പർവ്വതങ്ങളൊന്നും ഇങ്ങനെ ഓടിപ്പാടുക, ധൂളികളെ പോയി കിടന്ന് പായുക. ഖിയാമത്ത് നാളിൻ്റെ അടയാളമായിട്ട് ഇപ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങളാണത്. അപ്പോൾ അവിടെ ആരെ പറ്റിയാണ് പറയണേ? ജിബാലിനെ പറ്റിയാണ് പറഞ്ഞത്. ആരെക്കുറിച്ചല്ല? മുക്കല്ലഫിൻ്റെ പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടത് അല്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഈ കിതാബ് അല്ല. പിന്നെ ബിമാ ബഅദഹു, ആ താരീഫിൽ പുറകെ പറഞ്ഞു വന്നുകൊണ്ട് പുറത്തുപോയി. പറഞ്ഞെന്താ? അൽ മുതഅല്ലിഖു ബി ഫിഅലിൽ മുക്കല്ലഫി മിൻ ഹൈസു ഇന്നഹു മുക്കല്ലഫു എന്ന് താരീഫ് പറഞ്ഞിട്ടുണ്ട്.
ആ മുക്കല്ലഫാണെന്ന സ്ഥിതിക്ക് മുക്കല്ലഫിൻ്റെ പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ വേറെ ഏതെങ്കിലും ഐസിയത്തിലൂടെ മുക്കല്ലഫിൻ്റെ പ്രവൃത്തിയോടെ ബന്ധപ്പെട്ടതാണെങ്കിൽ പോലും എന്താവില്ല, ആവില്ല. അങ്ങനെ ഏത് ഐസിയത്തിലാവണം? മുക്കല്ലഫാണെന്ന സ്ഥിതിക്ക് മുക്കല്ലഫിൻ്റെ പ്രവൃത്തിയോട് ബന്ധപ്പെട്ടതാണ് ആണ്. അഭിമാബാദവു ആ താരീഫിൽ ശേഷം പറഞ്ഞുകൊണ്ട് പുറത്തുപോയി. എന്ത് പുറത്തുപോയി? മദുലൂൽ വമാ താമലൂൻ, വമാ താമലൂൻ എന്നതിൻ്റെ അർത്ഥവും പുറത്തുപോയി. ഈ കൗലി താല, അള്ളാഹു താലയുടെ കൗലിൽ നിന്നുള്ള അമാ താമലൂൻ എന്നതിൻ്റെ അർത്ഥവും ചെയ്ത് പുറത്തുപോയി. എന്താണ്? വല്ലാഹു ഖലഖക്കും അമാ താമലൂൻ, അള്ളാഹു താല നിങ്ങളെ പടച്ചു. അള്ളാഹു താല നിങ്ങളെ പടച്ചു. അമാ താമലൂൻ നിങ്ങളെ പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തെയും പഠിച്ചതാരാണ്? അള്ളാഹു താല. മനസ്സിലാണ്ട് പറഞ്ഞേ. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്നു, നടക്കുന്നു, പോകുന്നു, ഇരിക്കുന്നു, എഴുന്നേക്കുന്നു, ഇതെല്ലാം സൃഷ്ടിക്കുന്നവരാ? മനസ്സിലായില്ലേ? അപ്പോൾ അപ്പം മുക്കല്ലഫിൻ്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് കിതാബ്. മനസ്സിലായില്ലേ? പക്ഷെ അവൻ മുക്കല്ലഫാണെന്ന സ്ഥിതിക്ക് മുക്കല്ലഫിൻ്റെ പ്രവൃത്തിയോടാണ് ബന്ധപ്പെട്ടത് അല്ല. പക്ഷെ നിസ്കരിക്കണം, നീ നോമ്പ് പിടിക്കണം, അള്ളാഹ് മാസം, അതാണ് മുക്കല്ലഫിൻ്റെ പ്രവൃത്തി. അവൻ പ്രവർത്തിക്കാൻ പറയാം. മനസ്സിലായില്ല? അതാണ് പറഞ്ഞാൽ ഈ വിനായിസുന്നവോ മുക്കല്ലഫൻ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്ത് ചെയ്തു? ആ പറഞ്ഞ അതുകൊണ്ട് പുറത്തുപോയി. ഈ വല്ലാഹു ഖലഖക്കും ഒമാ താമലുൻ എന്ന ഈ കൗലിലുള്ള ഒമാ താമലുൻ എന്ന അർത്ഥം എന്ത് ചെയ്തു? പുറത്തുപോയി. മുക്കല്ലഫിൻ്റെ പ്രവൃത്തിയോട് ബന്ധപ്പെട്ടത് തന്നെയാണ്, പക്ഷേ മുക്കല്ലഫാണെന്ന സ്ഥിതിക്ക് ബന്ധപ്പെട്ടതല്ല. അപ്പം ഇന്നവോ കാരണം നിശ്ചയമായും ഒമാ താമലുൻ എന്നുള്ളത് മുത്താലിക്കും പേരിൽ മുക്കല്ലഫിൻ്റെ പ്രവൃത്തിയോട് ബന്ധപ്പെട്ടതാണ്. മിൻ ഹൈസു ഇന്നഹു മഖ്ലൂഖുള്ള, അതേത് ഹൈസിയത്തില? അവൻ മുക്കല്ലഫ് ആരാണ്? അള്ളാഹുവിൻ്റെ മഖ്ലൂഖാണ്, അള്ളാഹുവിനാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു സൃഷ്ടിയാണ്. അതുകൊണ്ട് നീയും നിന്റെ പ്രവർത്തനങ്ങളും എന്താണ്? അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്നുള്ള അധ്യാപനമാണ് അതിലൂടെ വരുന്നത്. അപ്പം മുക്കല്ലഫാണെന്ന സ്ഥിതിക്കല്ല, മറിച്ച് അള്ളാഹിൻ്റെ മഖ്ലൂഖാണെന്ന സ്ഥിതിക്ക് അവനോടുള്ള എന്താണ്? അവൻ്റെ ആക്റ്റലുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണത്. അതുകൊണ്ട് അത് ഈ പറയപ്പെട്ട ഹുക്കുമിൽ പെടില്ല. അപ്പോൾ ഇന്നോ മുത്താലിക്കും ഫിഅലിൽ മുക്കല്ലഫിൻ്റെ പ്രവൃത്തിയോട് ബന്ധപ്പെട്ടത് തന്നെയാണ്. പക്ഷെ അത് മിൻഹൈസു ഇന്നഹു മഖ്ലൂഖുള്ള ലില്ലാഹി തആല, മഖ്ലൂഖുൻ ലില്ലാഹി തആല, നിശ്ചയമായും അവനെന്താണ്? അവന് അള്ളാഹുവിൻ്റെ മഖ്ലൂഖുള്ള, ഞാൻ പറയാം അള്ളാഹുവിൻ്റെ മഖ്ലൂഖ്. അപ്പോൾ ഒരു അലിഫോടെ കുറവുണ്ടല്ലേ? ലില്ലാഹി അല്ലേ? അത്രയല്ലേ ഉള്ളൂ. മഖ്ലൂഖുൻ ലില്ലാഹി തആല, അള്ളാഹു തആലയ്ക്കുള്ള, അള്ളാഹു തആലയുടെ എന്താണ്? മഖ്ലൂഖാണ് എന്ന സ്ഥിതിക്കാണത്. പല കിതാബും യതഅല്ലഖു ബിഫിഅലി ഗൈറിൽ ബാലിയിൽ ഗാക്കിരി, കേട്ടോ? ഒരു കിതാബും എന്തല്ല, ഹുക്കുമല്ല. യതഅല്ലഖു അത് ബന്ധപ്പെടുന്ന ബിഫിഅലി ഗൈറിൽ ബാലിഗി, ബുദ്ധിയില്ലാത്ത ആള്, ബുദ്ധി ഇല്ലാത്ത ആളുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് അല്ല ആക്കിരി, ആക്കിലായ ബുദ്ധിയുള്ള, അതുപോലെ പ്രായപൂർത്തിയുള്ള, ബാലികെന്ന് വെച്ചാൽ പ്രായപൂർത്തി, ആക്കില് ബുദ്ധിയുള്ള പ്രായപൂർത്തിയുള്ള ആള്, ആ ആളല്ലാത്ത ഒരാളുടെ പ്രവൃത്തിയോട് എന്താണ് ബന്ധപ്പെട്ടതായ കിതാബ് എന്തല്ല ഈ പറയപ്പെട്ട ഹുക്കുമ ഇല്ല. മനസ്സിലായില്ലേ? മുക്കല്ലഫാണ് കേട്ടോ. പിന്നെ വലിയുസബിയി വൽ മജ്നൂനി മുഖാത്തബൻ, നിശ്ചയമായും വലിയുസബിയി കുട്ടിയുടെ വലിയാവുന്നത്, വൽ മജ്നൂനിൻ്റെ വലിയാവുന്ന, മുഖാത്തബൻ അവൻ അഭിമുഖം നടത്തപ്പെട്ടയാളാണ്. ബി അദായി മാ വജബ ബി മാലിഹിമ, അവർ രണ്ടുപേരുടെയും സമ്പത്തിൽ നിർബന്ധമായ ഒന്നിനെ കൊടുത്തു വീട്ടണമെന്നതുകൊണ്ട് എന്താണ് കൽപ്പിക്കപ്പെട്ടയാളാണ്. ഇപ്പം കുട്ടിക്ക് സമ്പത്തുണ്ടാവും. കുട്ടി 4 വയസ്സുള്ളപ്പോൾ 5 വയസ്സുള്ളപ്പോൾ എന്ത് ചെയ്തു? അവൻ്റെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന പിതാവ്, മനസ്സിലായില്ലേ, എന്ത് ചെയ്തു? മരണപ്പെട്ടു. അപ്പം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ എന്ത് സംഭവിക്കും? ആ സമ്പത്തിൻ്റെ മൊത്തം ആരാവും? കുട്ടിയോ. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ മുക്കല്ലഫിൻ്റെ പ്രവൃത്തിയോടെ ബന്ധപ്പെട്ടെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഈ സബിയായ കുട്ടി മുക്കല്ലഫായിട്ടുണ്ടോ? ആയിട്ടില്ല. അവൻ 5-6 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ആ ഖിതാബ് ആരോടെ ബന്ധപ്പെടുന്നത്? ആ കുട്ടിയെ പിതാവിൻ്റെ മരണശേഷം പരിപാലിക്കാൻ ശറഅ നിശ്ചയിക്കുന്നത് ഏത് വലിയാണോ, ഏത് രക്ഷിതാവാണോ, ആ രക്ഷിതാവിൻ്റെ മേലാണ് അതിൻ്റെ ഓർഡർ. അവൻ്റെ സമ്പത്തിന് വിവരണം തെറ്റാത്ത് കൊടുത്തോളാം. മനസ്സിലായില്ലേ? അങ്ങനെ ഓർഡർ അങ്ങനെ പോകണം. അപ്പം മുക്കല്ലഫല്ലാത്ത ഒരാളുടെ പ്രവൃത്തിയോട് ബന്ധപ്പെട്ടത് എന്താവില്ല? ഖിതാബാവൂല. അപ്പോൾ വലാ ഖിതാബുൻ യതഅല്ലഖു ബിഫിഅലി ഗൈറിൽ ബാലി വൽ ആഖിലി, അത് ബാലിയും ആക്കിലും അല്ലാത്ത ഒരാളുടെ പ്രവൃത്തിയോട് ബന്ധപ്പെടുന്ന ആ ഖിതാബ് ഇല്ല. ആ വലിയു സബിയിൻ്റെ വലിയാവുന്നത്, കുട്ടിയുടെ വലിയാവുന്ന, വൽ മജ്നൂനിൻ്റെ വലിയാവുന്ന, മുഖാത്തബുൻ അവനാണ് ഖിതാബ് നടത്തപ്പെട്ടത്. ബിഅദായി മാ വജബ ബിമാലിഹിമ, അവർ രണ്ടുപേരുടെയും മാലിൽ സമ്പത്തിൽ
നിർബന്ധമായ ഒന്ന് കൊടുത്തു വിട്ടണമെന്നുകൊണ്ട് കിതാബ് എടുത്ത്, മറിച്ച് കിതാബ് ആരോടല്ല? കുട്ടിയോട് അല്ലോ കേട്ടോ. കസ് സക്കാത്തി, അവൻ്റെ മാലിൽ, കുട്ടിയുടെ മാലിൽ, അല്ലെ അവനോ അല്ലെ അവളോ, കുട്ടിയുടെ മാലിൽ എന്താണ് നിർബന്ധമാവുന്ന കാര്യം? ഇതുപോലെ കസ് സക്കാത്തി, ഇതുപോലെ സക്കാത്ത് പോലെ. വല്ലമാനിൽ മുത്തലഫി, നശിപ്പിക്കപ്പെട്ട ഒന്നിൻ്റെ പ്രായച്ചിത്തം പോലെ. മനസ്സിലായില്ലേ? കുട്ടി പോയി എന്ത് ചെയ്തു? ഇപ്പോൾ സൈക്കിളെടുത്ത് ഓടിച്ച ഒറ്റ ഇടി മംഗലത്തിലേക്ക്. മംഗലം ഇങ്ങനെ അട്ടി 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 അട്ടിയായി വെച്ചേക്കുമായിരുന്നു ആ കാലം. മനസ്സിലായില്ലേ? ഇവൻ സൈക്കിളെടുത്ത് എന്ത് ഒറ്റ ഇടിയും കൊടുത്തു മംഗലം വേഗം 36 മംഗലം പൊട്ടിച്ചു. ആരെ? കുട്ടി സൈക്കിൾ ഓടിച്ചാൽ 36 മംഗലം പൊടുപൊടുപൊടുന്ന് തായ്ക്കനെ പൊട്ടിച്ചു. പ്രശ്നമായില്ലേ? കേസായി, മധ്യസ്ഥയായി. അപ്പോൾ അതിൻ്റെ പ്രായച്ചിത്തം ആര് കൊടുത്തോളണം? കുട്ടി കൊടുത്തോളണം. പക്ഷെ കുട്ടിയുടെ അല്ല കിതാബ് ആരോടാ? കുട്ടിയുടെ പരിചയമാണ്. അവൻ്റെ സമ്പത്തിന് എടുത്ത് അവന് പൈസ കൊടുത്തോളും. 36 മംഗലത്തിന് ഒരെണ്ണത്തിന് 100 രൂപ വെച്ച് കൂട്ടി, അത് എത്രയാണെന്ന് വെച്ച് കൂട്ടി അതിനെ കണക്ക് വെച്ച് കൊടുത്താൽ പരിഹാരം ഉണ്ടാകും. ആണ് ഫലമാൽ മുത്തലബി, നശിപ്പിക്കപ്പെട്ടതിൻ്റെ ലമാൻ ഉത്തരവാദിത്തം പോലെ കേട്ടോ. ഇതെന്താണ്? കമാ യുഖാത്തബു സാഹിബുൽ ബഹിമത്ത്. ഇത് തത്തുല്യമായ വേറെ മസല പറയാണ്. കമാ യുഖാത്തബ്, ഖിതാബ് എടുത്തപ്പെടുന്ന പോലെ സാഹിബുൽ ബഹീമത്തി, മൃഗത്തിൻ്റെ ഉടമസ്ഥൻ. ആ സാഹിബുൽ ബഹീമ, കഴുതയുള്ളവൻ, പശുവുള്ളവൻ, കാളയുള്ളവൻ, കന്നാലിയുള്ളവൻ, ആടുള്ളവൻ, കോഴിയുള്ളവൻ. ബഹീമത്തിൻ്റെ സാഹിബിനോട് ഖിതാബ് എടുത്തപ്പെടുന്ന പോലെ ബി ലമാനി മാ അത്തലഫത്തുഹു, ആ ബഹീമത്ത് നശിപ്പിച്ച ഒന്ന്, ബഹീമത്ത് നശിപ്പിച്ച ഒന്നിൻ്റെ പ്രായച്ചിത്വം കൊണ്ട്. ഹൈസു ഫറത്ത ഫി ഹിഫ്ലിഹ, എപ്പോഴാണ് നിർബന്ധമാവുന്നത്? ഈ സാഹിബിന് ഹൈസു ഫറത്ത, ആ ഉടമസ്ഥൻ വീഴ്ച വരുത്തുന്ന ഘട്ടത്തിൽ, സാഹചര്യത്തിൽ, ഫി ഹിഫ്ലിഹ, ആ ബഹീമത്തിനെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ. ആ ബഹീമത്തിന് രാത്രിയിലൊരു സംരക്ഷണം, പകലിലൊരു സംരക്ഷണം, അത് ചെറുത് പറയുന്നുണ്ട്. ആ സംരക്ഷണം നടത്തേണ്ട ഉത്തരവാദിത്തം, അത് പാലിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാ? സാഹിബിനാണ്. അതിനയാൾ വീഴ്ച വരുത്തി. അങ്ങനെ ഇത് പോയി എന്ത് ചെയ്തു? ഒരു മനുഷ്യൻ്റെ കൃഷി മൊത്തം നശിപ്പിച്ചു. മനസ്സിലായില്ലേ? കോഴി പോയി തെരഞ്ഞ് ഇഞ്ചി നട്ട ആളെ ഇഞ്ചി മൊത്തം എന്ത് ചെയ്തു? നശിപ്പിച്ചു കളഞ്ഞു. അതിന് മഞ്ഞൾ നട്ട ആളെ മഞ്ഞൾ മൊത്തം എന്ത് ചെയ്തു? നശിപ്പിച്ചു കളഞ്ഞു. അല്ലെങ്കിൽ കന്നാലി പോയി വേറൊന്ന് നശിപ്പിച്ചുണ്ടാക്കി. അപ്പോൾ ആ നശിപ്പിക്കപ്പെട്ട ആ സമ്പത്തിൻ്റെ പ്രായച്ചിത്തം ആര് കൊടുത്തോളണം? അതിനുടമസ്ഥൻ കൊടുത്തോളണം. ഹൈസ് പുറത്ത പീഫലിയ, അവൻ ആ മൃഗത്തെ സംരക്ഷിക്കുന്നതിനാണ് വീഴ്ച വരുത്തുന്ന സാഹചര്യം കേട്ടോ. വീഴ്ച വരുത്തിയിട്ടില്ല, അവൻ പാലിക്കേണ്ടതെല്ലാം പാലിച്ചു, അതും മറികടന്ന് മൃഗം എന്ത് ചെയ്തു? പോയി. അപ്പോൾ അത് ഉത്തരവാദിത്തം പറയില്ല. മനസ്സിലായില്ലേ? ഹൈസ് ഫറത്ത ഫി ഹിഫ്ലിയ, അതിനെ സംരക്ഷിക്കേണ്ട അതിൽ അവൻ വീഴ്ച വരുത്തുന്ന ഘട്ടത്തിൽ അവൻ്റെ മേലെ അതിൻ്റെ ഉത്തരവാദിത്തം കൊണ്ട് ഖിതാബ് ചെയ്യപ്പെടുന്നത് പോലെ ഇവിടെ കുട്ടിയുടെ, അല്ലെങ്കിൽ ഭ്രാന്തന് നമ്മുടെ മജുവും പറഞ്ഞല്ലോ, ഭ്രാന്തനായ ആൾക്ക് 47 വയസ്സിന് ഷാര ഭ്രാന്തനാണ്, ഷാക്കുന്നുണ്ട്, സമ്പത്തുണ്ട്. മനസ്സിലായില്ലേ? അയാൾ വാപ്പ മരണപ്പെട്ട് പോയിട്ടുണ്ട്, ഷാക്കുന്നുണ്ട്, ഒരു 74 കോടിയുടെ സമ്പത്ത് അയക്കുന്നുണ്ട്. ആൾ ഭ്രാന്തായി പോയി, ഭ്രാന്തനായി. അപ്പോൾ ആ 47 വയസ്സുള്ള ആളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിറയിൽ നിശ്ചയിക്കപ്പെട്ട ആളുണ്ടാവും, വാപ്പയില്ലാത്ത സമയത്ത്. അപ്പോൾ ആ ആൾക്ക് ഉത്തരവാദിത്വം അയാളുടെ സമ്പത്തിൽ നിന്നെടുക്കൽ, സക്കാത്ത് അതെന്തെങ്കിലും നശിപ്പിച്ചു അങ്ങനെയൊക്കെ ഉണ്ടാവാമല്ലോ. അപ്പോൾ അതിൻ്റെ പ്രായശ്ചിത്ത ഗുണം നിർബന്ധമാവും. അപ്പോൾ ഈ മൃഗത്തിൻ്റെ മൃഗം നശിപ്പിച്ചതിൻ്റെ പേരിൽ എന്താ ഈ മനുഷ്യന് ഉത്തരവാദിത്വം വന്നേ? അതിന് കാരണം എന്താ? അവൻ്റെ വകുപ്പ് എന്താ? അതിന് ന്യായം എന്താ? തനസുലിഫേലിഹ, ഈ മൃഗത്തിൻ്റെ പ്രവർത്തനത്തെ ഇറക്കി കാരണമായിട്ട് ഈ ഹാദിയിൽ ഹാലത്തി, ഇവൻ ആ മൃഗത്തെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടുന്ന, സംരക്ഷിക്കേണ്ടുന്ന വീഴ്ച വരുത്തുന്ന സാഹചര്യം, ആ ഹാലത്തതാണ് മൃഗത്തെ സംരക്ഷിക്കുന്നതിന് വീഴ്ച വരുത്തുന്ന സാഹചര്യത്തിൽ മൃഗത്തിൻ്റെ പ്രവൃത്തി ഇറക്കിയതിന് വേണ്ടി മനസ്സിലത്ത ഫേലി, ഇവൻ്റെ പ്രവൃത്തിയുടെ സ്ഥാനത്ത് ഇറക്കിയതിന് വേണ്ടി ഇവൻ ചെയ്തതുപോലെ ഏത്? മനസ്സിലായില്ലേ? ആ മനസ്സിലത്ത ഫേലി, ഇവൻ്റെ പ്രവർത്തിച്ചതിൻ്റെ സ്ഥാനത്ത് ഇറക്കിയതിന് വേണ്ടി. പിന്നെ ഇബാദത്ത് സബി, അപ്പം എന്താണ്? ഈ മുക്കല്ലഫല്ലാത്ത ആളോട് കീറുന്നത്. വലാ ഖിതാബ് ആക്കിലി വൽ ബാലിഗി എന്ന് പറഞ്ഞ, ആക്കിലും ബാലിയുമല്ലാത്ത ആളുടെ പ്രവൃത്തിയോട് എന്തില്ല? ഖിതാബില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതിന് മാന വരുന്നുണ്ട്, ഖിതാബേ ഇല്ല. അപ്പം ഖിതാബ് ഇല്ല എന്ന് വരുമ്പോൾ എന്താണ്? വസിഖത്തു ഇബാദത്ത് സബി, കുട്ടിയുടെ നിസ്കാരം സഹിയാവുന്നത്. കുട്ടി നിസ്കരിക്കാറുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യാറുണ്ട്? 6, 7, 8, 9, 10 വയസ്സായ കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്? പള്ളിയിൽ നിസ്കരിക്കാറുണ്ട്. മനസ്സിലായില്ലേ? നിസ്കരിക്കാൻ കൽപ്പിക്കും വേണം. 10 വയസ്സായ എന്തെങ്കിലും നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം എന്ന് വരെ നമ്മൾ പഠിപ്പിക്കപ്പെട്ട. അപ്പോൾ അവൻ്റെ ഭാഗത്ത് സഹിയാവുന്നുണ്ടല്ലോ. അതിനെ സഹിയാവുന്ന അതിൻ്റെ മെക്കാനിസം എന്താ? അതിൻ്റെ മാനദണ്ഡം എന്താ? അല്ലേ? അത് പറയാണ്. ഇപ്പോൾ സിഖത്ത് ഇബാദത്ത് സബി കേട്ടോ, കുട്ടിയുടെ നിസ്കാരം സഹിയാവുന്നത്. കസ്വലാത്തി, ഇബാദത്ത് എന്ന് പറയുമ്പോൾ അതായി നിസ്കാരം പോലെ, സൗമി അവൻ്റെ നോമ്പ് പോലെ കേട്ടോ.
അൽ മുസാബി അലയ്യ, ആ സൗമിൻ്റെ മേലും സ്വലാത്ത് ഇങ്ങനെയുള്ള ഇബാദത്തിൻ്റെ മേൽ പ്രതിഫലം നൽകപ്പെടും കേട്ടോ. ആ പ്രതിഫലം നൽകപ്പെടുന്നതായ നിസ്കാരം അതുപോലെ തന്നെ നോമ്പ് പോലത്തെ സബീൻ്റെ ഇബാദത്ത് സഹിയാവുന്നത് ലൈസലി അന്നഹു മാമൂർ ബിഹ, അത് സഹിയാണ് എന്ന് ഓർഡർ ചെയ്യുന്നത്, എന്താണ് വിലയിരുത്തുന്നത്, വകവയ്ക്കുന്നത് ലൈസലി അന്നഹു മാമൂർ ബിഹ, അതെന്തുകൊണ്ടല്ല, ലൈസ അതല്ല, ലി അന്നഹു ആ ആ അവനായ കാരണത്താലല്ല, ആര് ഈ കുട്ടിയായ കാരണത്താലല്ല, മാമൂറും ബിഹ ആ ഇബാദത്ത് കൊണ്ട് കൽപ്പിക്കപ്പെട്ട കാരണത്താലല്ല. ആരെപ്പോലെ, കൽബാലിഗി പ്രായപൂർത്തിയായ ആളെപ്പോലെ കൽപ്പിക്കപ്പെട്ട ആളാണ് ആര്, കുട്ടി എന്ന കാരണത്താലല്ല എന്ത് കുട്ടിയുടെ നിസ്കാരം നോമ്പ് പോലത്തെ സഹിയാവുന്നു. ബൽ മറിച്ച് ലീ കുട്ടിയതിനെ പതിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 15 വയസ്സ് വരെ പാപ്പായും ഉമ്മയും ഒന്നും പറഞ്ഞില്ല. അങ്ങനെ സംഭവിക്കാറ് നമ്മുടെ നാട്ടിൽ. എൻ്റെ പിള്ളേയല്ല, അയ്യോ പാവം, അത് പ്രായമാവട്ടെ, ആ കളിച്ച് നടക്കട്ടെ എന്നും പറഞ്ഞ് നടക്കും. 15 വയസ്സാകുമ്പോൾ എന്താ നിസ്കരിക്കില്ല, 5 വയസ്സുകാരൻ നോമ്പ് പിടിക്കാനോ, എനിക്ക് തിന്നിട്ട് മതിയാതെ ഞാൻ ആ പൊറുതി മുട്ടില്ല, കാരണം നോമ്പ് പിടിക്കാനോ. നോമ്പെന്ന് വെച്ചാൽ എന്താ, നോമ്പെന്ന് വെച്ചാൽ ഇങ്ങനെ സുബൈ മുതൽ മഗ്‌രിബ് വരെ ഒന്നും കഴിക്കാൻ പറ്റില്ല, ഒന്നും കഴിക്കാൻ പറ്റില്ല, വെള്ളം കുടിക്കാൻ പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല. മനസ്സിലായില്ലേ? കുട്ടി തലതിരിഞ്ഞു പോകും. അപ്പോൾ കുട്ടി എന്താണ്, ബാലിഗിലേക്ക് ബുലൂഗിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അവിടെ ശറഅ അക്കല നിലയ്ക്ക് ഇടപെടുകയാണ്. അവൻ്റെ നിസ്കാരം സഹിയാണ്, അവരുടെ നിസ്കാരം സഹിയാണ്. കാരണം പ്രായപൂർത്തിയാവുമ്പോൾ അവർക്കെന്താണ്, അതിന് ത്വാഖത്തും അതിനുള്ള പ്രവർത്തന ക്ഷമതയും കൈവരുന്നതിന് വേണ്ടിയിട്ട് അതെന്ത് ചെയ്തു, ശറഅ സഹിയാക്കി വെച്ചു. ബൽ ലിയാത്താദഹ, മറിച്ച് ബാലിഗായതുപോലെ അവനോട് കൽപ്പിക്കപ്പെട്ടത് കൊണ്ടല്ല, മറിച്ച് നിയാത്താദഹ അവൻ ആ ഇബാദത്തിന് എന്താണ് പതിവാക്കി ശീലമാക്കി വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി. ഫലായത്തുറുക്കുക, അങ്ങനെ അവനെ മുഅ്താദായി ചെയ്യുമ്പോൾ അവനെ ഉപേക്ഷിക്കുകയില്ല. പാദബുലൂഹി, അവൻ പ്രായപൂർത്തിയായതിനു ശേഷം ചെയ്യില്ല, ഉപേക്ഷിക്കുകയില്ല. ഇൻഷാ അല്ലാഹു, അള്ളാഹു താല ഉദ്ദേശിച്ചാൽ സാധിക്കാം. അള്ളാഹു താല ഉദ്ദേശിച്ചാൽ എന്താണ്, പ്രായപൂർത്തി ഉപേക്ഷിച്ചാൽ കുറച്ച് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അള്ളാഹുവിൻ്റെ വിധി ഉണ്ടെങ്കിൽ എന്താണ്, അങ്ങനെ ഒരു സാധാരണ മനുഷ്യ സാഹചര്യം അങ്ങനെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അള്ളാഹുവിൻ്റെ വിധി ഉണ്ടെങ്കിൽ എന്താണ്, അതിനെ ഉപേക്ഷിക്കുകയില്ല.